എടാ ഇന്ന് ഷൂട്ട് വേണോ? എനിക്കൊരു മൂഡില്ല. നമുക്ക് നാളെ എടുത്താൽ പോരെ? ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവില്ല. ആക്ച്വലി നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറില്ലേ, ഞാൻ നാളെ മുതൽ ജിമ്മിൽ പോവും, ഞാൻ നാളെ മുതൽ എന്തായാലും പഠിക്കൽ തുടങ്ങും, ഞാൻ നാളെ മുതൽ ബുക്ക് റീഡ് ചെയ്യുന്ന ഹാബിറ്റ് ബിൽഡ് ചെയ്യും, നാളെ മുതൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്നെ ഞാൻ മാറ്റും. പിറ്റേ നേരം വെളുക്കുമ്പോൾ അതേ പാറ്റേൺ, അതേ രീതിയിലുള്ള സംസാരം നാളെ മുതൽ. എന്നാൽ ആ നാളെയായിട്ട് നമ്മളാരും കാണാറുമില്ല. ഇതിനാണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയാം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കാര്യം അത് പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ പിന്നീട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കുന്നു. ഇത് ചെറിയൊരു കാര്യമല്ല. ഭാവിയിൽ ആരോ എന്തൊക്കെയോ ആവേണ്ട നമ്മൾ ഒന്നല്ലാതെ ആവാൻ കാരണമാവുന്ന ഒരു പ്രശ്നം. ആക്ച്വലി ഈ ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ, പ്രൊക്കാസ്റ്റിനേഷൻ്റെ ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. നമുക്ക് റിഗ്രഷൻ എന്ന് പറഞ്ഞ സാധനം നന്നായിട്ടുണ്ടാവും. അതേപോലെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് അവസരങ്ങളൊക്കെ നഷ്ടമാവും. ഇനി ഈ പ്രൊക്കാസ്റ്റിനേഷൻ ലൂപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പ്രൊക്കാസ്റ്റിനേഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 2 മിനിറ്റ്സ് റൂളാണ്. 2 മിനിറ്റ്സ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊരു കാര്യവും 2 മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എനിക്ക് ഒരു ബുക്ക് വായിക്കണം എന്ന് കരുതാം. ആ ബുക്ക് ഒരു 200 250 പേജ് ഉണ്ട്. സോ അത് വായിക്കാൻ സ്വാഭാവികമായിട്ടും മടി ഉണ്ടാവും. ഓ, 250 പേജൊക്കെ ഇനിയിപ്പോൾ എന്തായാലും നാളെ മുതൽ തുടങ്ങാം എന്ന് നമ്മൾ പറയും. ആക്ച്വലി ആ ബുക്ക് എടുത്തിട്ട് ഒരു 2 മിനിറ്റ് അതിൽ ടൈം സ്പെൻഡ് ചെയ്യുക. ബുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക, ദെൻ ക്ലോസ് ചെയ്യുക. നിങ്ങൾ പിന്നെ വായിക്കേണ്ട, ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക. ആക്ച്വലി ഇങ്ങനെ ചെയ്യണ സമയത്ത് 2 രീതിയിലാണ് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവുക. കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ഈ 2 മിനിറ്റ് വായിച്ചിട്ട് അവർ ബുക്ക് ക്ലോസ് ചെയ്തിട്ട് അവർ പോകും. പിറ്റേന്ന് അവർ വരും, 2 മിനിറ്റ് വായിക്കും. അങ്ങനെ 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 പതിയെ അവർക്ക് ഒരു ഹാബിറ്റ് ബിൽഡ് ആവും. എന്നാൽ വേറെ ചിലർ എന്താ അറിയോ, വേറെ ചിലർക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിർത്തിയിട്ടൊരു വണ്ടി, നിരപ്പായ റോഡാണ്. അപ്പോൾ നമ്മളോട് ഒരാൾ പറയാണ്, എടാ വണ്ടി ഒന്ന് തള്ളി തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തള്ളുമ്പോൾ കുറച്ച് ടാസ്ക് കാരണം ആ വണ്ടി ഒന്ന് മൂവ് ആവാൻ. പക്ഷേ ആ ടയർ ഒന്ന് അനങ്ങി തുടങ്ങിയാൽ പിന്നെ അതങ്ങനെ പോയിക്കോളും. സോ അതേപോലെ ഈ ബുക്ക് വായിക്കാൻ, ഇപ്പം ഞാൻ പറഞ്ഞ ഈ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ, ഈ ബുക്ക് വായിക്കൽ തുടങ്ങി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ എഴുതും, ആ ഏതായാലും ഇത്ര വായിച്ച്, കുറച്ച് നേരം കൂടിയും വായിക്കാമെന്ന് കരുതും. അങ്ങനെ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചുകൂടി പേജ് അവർ റീഡ് ചെയ്ത് പോകും. സോ ആദ്യം നിങ്ങൾ ഈ 2 മിനിറ്റ്സ് റൂൾ അപ്ലൈ ചെയ്യുക. പിന്നുള്ളൊരു കാര്യമാണ് ബ്രേക്ക് ദ ടാസ്ക്. ആ ടാസ്കിനെ കഷ്ണം കഷ്ണമാക്കുക. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ ബർഗർ വെച്ചിട്ട് അത് ഒറ്റയടിക്ക് കഴിക്കാൻ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടല്ലേ? ഐ മീൻ, അത്രയും വലുതായതുകൊണ്ട് തന്നെ അത് ഓരോ ബൈറ്റ് എടുത്ത് നല്ല ടൈം എടുക്കും. എന്നാൽ അതേ സമയം അതേ ബർഗറിനെ ഞാൻ ചെറിയ 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 കഷ്ണങ്ങളാക്കി കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെറിയ പീസ് എടുത്തിട്ട് കഴിക്കുമ്പോൾ സിമ്പിളല്ലേ? അപ്പോൾ ആക്ച്വലി വലിയൊരു ടാസ്കിനെ നിങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. സോ എത്ര നിങ്ങൾ ആ ടാസ്കിനെ ചെറുതാക്കുന്നു, നിങ്ങൾക്ക് അത്രയും ഈസി ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബുക്കിൻ്റെ എക്സാമ്പിൾ തന്നെ വേണമെങ്കിൽ എടുക്കാം. അതായത് ആ 200 പേജ് അല്ലെങ്കിൽ 250 പേജുള്ള ബുക്കിലെ ഒരു പേജ് ഒരു ദിവസം വെച്ച് വായിക്കുമെന്ന് കരുതി കഴിഞ്ഞാൽ വലിയ ടാസ്ക് ഒന്നുമല്ല. ഒരു 200 ദിവസം അല്ലെങ്കിൽ 250 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പറയും, അതിപ്പോൾ 250 ദിവസമൊക്കെ വെച്ചാണ്ട് ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് തീർക്കണം. എടോ, നിങ്ങൾ ഈ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്ത ബുക്കേ തൊടാതെ ഇരുന്നാൽ നിങ്ങൾ ആ ബുക്കിലെ ഒരു പേജ് പോലും വായിക്കാൻ പോകുന്നില്ല. പക്ഷേ 250 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എൻ്റയർ ബുക്ക് വായിച്ചു കഴിഞ്ഞു. അതല്ല അതിലേറെ ബെറ്റർ. ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിയും നല്ലത് എന്തെങ്കിലും ചെയ്യുന്നല്ലേ. വേറെ ഒന്നുകൂടി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെലിബ്രേറ്റ് വെൻ യു കംപ്ലീറ്റ് എ ടാസ്ക്. അത് നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് നേരെ ഇരുന്ന് ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഴുതിക്കാണ്ട്. അങ്ങനെ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് സമയം ബ്രേക്ക് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുക. അപ്പം ബ്രെയിനിന് ഇങ്ങനെ മനസ്സിലാവും, ഓക്കെ കുറച്ച് നേരം നന്നായിട്ട് അധ്വാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ഒരു തോട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരും. അപ്പോൾ ആക്ച്വലി അങ്ങനെ ചെയ്യുക, ആ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുക. അതായത് അത്യാവശ്യം ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം ചെറിയൊരു ഗ്യാപ്പ് എടുക്കുക. ആ റെസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക. സോ അത് ബ്രെയിനിന് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, സിമ്പിളാണ്, കുറച്ച് കാര്യങ്ങളുള്ളൂ. ഈ മെത്തേഡ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊക്കാസ്റ്റിനേഷൻ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ബെറ്റർ ലൈഫ് ബിൽഡ് ചെയ്യാൻ കഴിയും. സോ ദാറ്റ്സ് ഓൾ. ഐ ഹോപ്പ് യു വിൽ ഗെറ്റ് എ ബെറ്റർ ലൈഫ് ഇൻ ദ ഫ്യൂച്ചർ. നൗ ഐ ആം ഗോണ വൈൻഡ് അപ്പ്. ഇറ്റ്സ് മീ, നിഹാൽ പൂക്കോട്.